ॐ शिवगिरिशिखराग्रे दिव्यपद्मासनस्थं वरदमभयहस्तं पापविध्वंसपादं सुजननिकरसेव्यं चारुकारुण्यनेत्रं कलिकलुषविनाशं नौमि नारायणाख्यम्। ॐ जय नारायण गुरुप्रिये शिवगिरीश्वरी शारदे चतुरास्याक्षी शरश्चन्द्रमरीचिके। ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കുടുംബത്തിലെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം, ഈ കുടുംബത്തിൻ്റെ മുഖ്യ അമരക്കാരൻ ശ്രീ അനിൽജി, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ, പ്രാർത്ഥനകളാൽ നമ്മുടെ ഈ കുടുംബത്തെ ഭക്തിപൂരിതമാക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ഗുരുസ്ഥാനീയരെ, ബാലവേദിയിലെ കൊച്ചുമക്കളെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. മഹാഗുരുവിൻ്റെ കൃതികൾ മനനം ചെയ്ത് ഗുരുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മഹനീയമായ ഒരു ഉദ്യമമാണ് ഇവിടെ നടന്നു വരുന്ന ശിവകുടുംബകം. ഗുരുവിൻ്റെ കൃപയാൽ ശിവകുടുംബകം സീസൺ 2 30-ാം ദിവസമായ ഇന്ന് ഗുരുവിൻ്റെ തിക്രങ്ങളാൽ വിരചിതമായ ബാഹുലേയാഷ്ടകം എന്ന കൃതിയുടെ 7ാമത് ശ്ലോകം മനനം ചെയ്യുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ബാഹുലേയാഷ്ടകം ശ്ലോകം 7. ഭം 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 ഭാഗധേയം ഭഗവദനുചര പ്രാഞ്ജലി സ്തോത്രപൂരം ഭിം 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 ഭീമനാദാന്തകമദനഹരം ഭീഷിതാരാദിവർഗം ഭും 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 ഭൂതിഭൂഷാർച്ചിത മമിത സമസ്താർത്ഥശാസ്ത്രാന്തരംഗം ഭൗം 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 ഭൗമമുഖ്യം ഗ്രഹഗണനപടും ഭാവയേ ബാഹുലേയം. മന്ത്രരൂപത്തിലാണ് ബാഹുലേയാഷ്ടകം എന്ന ഈ കൃതിയുടെ രചന. മന്ത്രോച്ചാരണത്താൽ ഏകാഗ്രതയും ശക്തിയും വർദ്ധിക്കാനാണ് ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികൾ ആവർത്തിച്ചിരിക്കുന്നത്. 7ാം ശ്ലോകം ആരംഭിക്കുന്നത് ഭം 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 എന്ന മന്ത്ര ഉച്ചാരണത്താലാണ്. ഭം 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 ഭാഗധേയം. ഭാഗധേയം എന്നാൽ ഭക്തജനങ്ങളുടെ ഭാഗ്യമായി വിളങ്ങുന്നവൻ എന്നാണ്. ഭഗവത് അനുചര പ്രാഞ്ജലി സ്തോത്രപൂരം എന്നാൽ ഭഗവാന്റെ അനുചരന്മാർ കൈകൂപ്പി സ്തുതിക്കുന്ന സ്തോത്രങ്ങളോട് കൂടിയവൻ. ഭിം 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 എന്ന് മുഴങ്ങുന്നവനും. ഭീമനാദാന്തക മദനഹരം എന്നാൽ ഭയങ്കരമായി അലറിയടുത്ത അന്തകനെയും കാമനെയും നശിപ്പിച്ചവനും. ഭീഷിതാരാദിവർഗം എന്നാൽ ശത്രു സമൂഹത്തെ ഭയപ്പെടുത്തി ഓടിക്കുന്നവനും. ഭും 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 എന്ന് മുഴങ്ങുന്നവനും. ഭൂതിഭൂഷാർച്ചിതം എന്നാൽ ഭസ്മം കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടവനും. അമിത സമസ്താർത്ഥ ശാസ്ത്രാന്തരംഗം എന്നാൽ അളവില്ലാതെ സമസ്ത കാര്യങ്ങളും അടങ്ങുന്ന ശാസ്ത്രങ്ങൾ ഹൃദയസ്ഥമാക്കിയിട്ടുള്ളവനും. ഭൗം 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 എന്ന് മുഴങ്ങുന്നവനും. ഭൗമമുഖ്യം അതായത് ഭൂമിയിലെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ടവനും. ഗ്രഹഗണനപടും എന്നാൽ ജ്യോതിശാസ്ത്ര വിദഗ്ധനുമായ ബാഹുലേയനെ സുബ്രഹ്മണ്യനെ ഭാവയെ ഞാൻ ഭാവന ചെയ്യുന്നു. ബീജമന്ത്രാക്ഷരങ്ങളിൽ തുടങ്ങി ബാഹുലേയനെ വർണ്ണിക്കുകയാണ്. ആ ഭഗവാനെ പറ്റി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഭക്തജനങ്ങളുടെ ഭാഗ്യമായി വിളങ്ങുന്നവനാണ് സുബ്രഹ്മണ്യ സ്വാമി. ഭക്തജനങ്ങളുടെ ഭാഗ്യമായി വിളങ്ങുന്നവൻ. ഇനിയോ ഭഗവാന്റെ അനുചരന്മാർ കൈകൂപ്പി സ്തുതിക്കുന്ന സ്തോത്രങ്ങളോട് കൂടിയവനാണ്. ഭഗവാന്റെ അനുചരന്മാർ കൈകൂപ്പി സ്തുതിക്കുന്ന സ്തോത്രങ്ങളോട് കൂടിയവൻ. പിന്നെ ഭീം ഭീം എന്ന് മുഴങ്ങുന്നവനാണ്. ഭയങ്കരമായിട്ട് അലറിയെടുത്ത അന്തകനെയും കാമനെയും നശിപ്പിച്ചവനാണ്. ശത്രു സമൂഹത്തെ ഭയപ്പെടുത്തി ഓടിക്കുന്നവനാണ് സുബ്രഹ്മണ്യ സ്വാമി. എങ്ങനെയാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്? ഭസ്മം കൊണ്ടും ആഭൂഷണങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നവൻ. അളവില്ലാത്ത സമസ്ത കാര്യങ്ങളും അടങ്ങുന്ന ശാസ്ത്രങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കിയിട്ടുള്ളവനാണ് ഭഗവാൻ. ഭൗം ഭൗം എന്ന് മുഴങ്ങുന്ന ഭഗവാൻ ഭൂമിയിലെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ടവനാണ്. ജ്യോതിശാസ്ത്ര വിദഗ്ധനാണ്. അങ്ങനെയുള്ള സുബ്രഹ്മണ്യനെ ഭാവന ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഭക്തന്മാരായ നമ്മൾ ഭക്തിയ പുരസ്കരം ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ, ബാഹുലേയാഷ്ടകത്തിലെ 7ാമത്തെ ശ്ലോകം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരേണ്ട ആ ഭഗവാന്റെ രൂപമാണ് ഇവിടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഭക്തജനങ്ങളുടെ ഭാഗ്യമാണ് ആ ഭഗവാൻ. നമ്മുടെ ഭാഗ്യമായിട്ട് വിളങ്ങുന്നവനാണ് ആ ഭഗവാൻ. അനുചരന്മാരൊക്കെ കൈകൂപ്പി സ്തുതിക്കുന്ന ആ ഭഗവാൻ ശത്രു സമൂഹത്തെ ഭയപ്പെടുത്തി ഓടിക്കുന്നവനാണ്
അളവില്ലാത്ത സമസ്ത കാര്യങ്ങളും അടങ്ങുന്ന എല്ലാ ശാസ്ത്രങ്ങളും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആ ഭഗവാൻ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരമാണ്, ജ്യോതിശാസ്ത്ര വിദഗ്ധനാണ്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, സുബ്രഹ്മണ്യ സ്വാമിയെ ഞാൻ ഭാവന ചെയ്യുന്നു. അങ്ങനെയുള്ള ഭഗവാനെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരട്ടെ ഈ ശ്ലോകം നമ്മൾ ചൊല്ലുമ്പോൾ. അങ്ങനെയുള്ളൊരു സുബ്രഹ്മണ്യ ഭഗവാനെ നമുക്കിങ്ങനെ കൺമുന്നിൽ കാണിച്ചു തന്ന ആ മഹാഗുരുവിന് ശതകോടി പ്രണാമങ്ങൾ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ശ്ലോകം മനനം ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന ഈ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കുടുംബത്തിലെ അഡ്മിൻ പാനലിലെ എല്ലാ അംഗങ്ങളോടും പ്രത്യേകിച്ച് അനിൽജിയോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ടും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും മഹാഗുരുവിൻ്റെയും ശാരദാംബയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. ഗുരുധർമ്മം വിജയിക്കട്ടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ.